ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 8 ഡിഫറെൻറ്റ് വേർബ്സ് ആണ്. ഡെയിലി ലൈഫിലും അതുപോലെ തന്നെ ബിസിനസ് കോണ്ടെക്സ്റ്റിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ ഉപയോഗപ്രദമായ വേർബ്സ്. പക്ഷേ ഈ വേർബ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ബോഡി പാർട്സ് തന്നെയാണ് ഈ വേർബ്സ്. എങ്ങനെയാണ് ഈ ബോഡി പാർട്സ് വേർബ്സായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ 8 ഡിഫറെൻറ്റ് വേർബ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ വേർബ് ആണ് ടു ഹെഡ്. ഹെഡ് എന്നത് ഒരു ബോഡി പാർട്ട് അല്ലേ? അപ്പോൾ ടു ഹെഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു വേർബായിട്ട് ഉപയോഗിക്കാം. എന്താണ് അതിൻ്റെ മീനിങ്? ടു ഹെഡ് എന്ന് പറഞ്ഞാൽ ടു ലീഡ്. ടു ഹെഡ് സംതിങ് മീൻസ് ടു ലീഡ് സംതിങ്. ടു ഹെഡ് ദ ടീം, ടു ഹെഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, ടു ഹെഡ് ദ കമ്മിറ്റി, ടു ഹെഡ് ദ കൗൺസിൽ. ടേക്ക് ചാർജ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് ടു ഹെഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ടു ബി ദ ലീഡർ. ഷീ ഹെഡ്സ് ദ മാർക്കറ്റിംഗ് ടീം അറ്റ് ഇൻഫോസിസ്. ഇൻഫോസിസിൽ മാർക്കറ്റിംഗ് ടീമിനെ അവൾ ലീഡ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഷീ ഹെഡ്സ് ദ മാർക്കറ്റിംഗ് ടീം അറ്റ് ഇൻഫോസിസ്. അപ്പോൾ ടു ഹെഡ് എന്നത് ഒരു വേർബാണ്. ടു ഹെഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു മീനിങ് കൂടിയുണ്ട്. ടു ഗോ, ടു ഗോ, മൂവ് ഇൻ എ ഡയറക്ഷൻ എന്നൊക്കെ, ഒരു പ്രത്യേക ദിശയിലേക്ക് പോവുക എന്ന മീനിങ്ങിലും ടു ഹെഡ് ഉപയോഗിക്കാം. വി ഷുഡ് ഹെഡ് ടു ദ പാർക്ക് ബിഫോർ ഇറ്റ് റെയിൻസ്. മഴ പെയ്യുന്നതിന് മുൻപേ നമുക്ക് പാർക്കിലേക്ക് പോകണം എന്നാണ്. വി ഷുഡ് ഹെഡ് ടു ദ പാർക്ക് ബിഫോർ ഇറ്റ് റെയിൻസ്. ഇനി അടുത്ത വേർബ് ടു ഫേസ്. ടു ഫേസ് എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിക്കുക എന്ന മീനിങ് ആണ്. ടു ഡീൽ വിത്ത് സംതിങ്, ടു അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ എന്നൊക്കെയാണ്. ടു ഡീൽ വിത്ത് സംതിങ്, ടു അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ എന്നൊക്കെയാണ് മീനിങ്. മലയാളത്തിൽ നമുക്ക് അഭിമുഖീകരിക്കുക എന്ന് പറയാം. ടു ഫേസ് ദ സിറ്റുവേഷൻ, ടു ഫേസ് ദ ഫാക്റ്റ്, ടു ഫേസ് ദ ട്രൂത്ത്, ടു ഫേസ് ദ കോൺസിക്വൻസസ്, അതിൻ്റെ ഫലങ്ങളൊക്കെ ഫേസ് ചെയ്യുക. ടു ഫേസ് ദ റിസ്ക്, റിസ്ക് ഫേസ് ചെയ്യുക. യു നീഡ് ടു ഫേസ് ദ ട്രൂത്ത് ഓഫ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. സംഭവിച്ചതിൻ്റെ ആ ഒരു സത്യം നിങ്ങളത് ഫേസ് ചെയ്യണം എന്നാണ്. നിങ്ങളത് ഫേസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. യു നീഡ് ടു ഫേസ് ദ ട്രൂത്ത് ഓഫ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ആ ഒരു ട്രൂത്ത്, അതിൻ്റെ ഒരു സത്യം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നാണ്. അഭിമുഖീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ്. യു നീഡ് ടു ഫേസ് ദ റിയാലിറ്റി. നിങ്ങൾ റിയാലിറ്റി അഭിമുഖീകരിക്കണം, അതിൻ്റെ ആവശ്യമുണ്ട്. യു നീഡ് ടു ഫേസ് ദ റിയാലിറ്റി. നിങ്ങൾ യാഥാർത്ഥ്യം അഭിമുഖീകരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഒരു സാധാരണ നമ്മൾ പറയില്ലേ, ആ കമ്പനി വലിയ നഷ്ടത്തിലാണ്, ഇനിയും ഇതുപോലെ തുടർന്നു പോവുകയാണെങ്കിൽ പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യണം. യു നീഡ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. ടു ഫേസ് എന്നതിന് വേറെ ഒരു മീനിങ് കൂടിയുണ്ട്. ഇപ്പോൾ അഭിമുഖമായി ഇരിക്കുക എന്ന് പറയില്ലേ, അല്ലെങ്കിൽ അഭിമുഖമായി സ്ഥിതി ചെയ്യുക എന്നൊക്കെ പറയില്ലേ. ദ ഹൗസ് ഫേസസ് ദ സീ എന്ന് പറഞ്ഞാൽ ആ സീക്ക് അഭിമുഖമായിട്ടാണ് ഹൗസ്. ഹൗസിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡ്, ആ ഫ്രണ്ട് പോർഷൻ സീക്ക്, കടലിന് അഭിമുഖമായിട്ടാണ്. അപ്പോൾ അവിടെ ടു ഫേസ് എന്നതിന് വേറെ ഒരു ഡിഫറെൻറ്റ് മീനിങ് ആണ് ഉള്ളത്. അടുത്തത് ടു ബാക്ക്. ടു ബാക്ക് എന്ന് പറഞ്ഞാൽ ടു സപ്പോർട്ട് ചെയ്യുക. ടു ബാക്ക് ദ ടീം, ടു ബാക്ക് സംവൺ. അപ്പോൾ അതൊരു പേഴ്സൺ ആകാം ഒരു പേഴ്സണെ ആകാം സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സംതിങ്, എന്തിനെങ്കിലും സപ്പോർട്ട് ചെയ്യുക. ടു ബാക്ക് ദ ടീം, ടു ബാക്ക് ദ ഡിസിഷൻ, ആ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നർത്ഥത്തിൽ. ടു ബാക്ക് ദ ഡിസിഷൻ. ടു ബാക്ക് യുവർ എംപ്ലോയീസ്, നിങ്ങളുടെ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ടു ബാക്ക് ദ പോളിസി സപ്പോർട്ട് ചെയ്യുക. ടു ബാക്ക് ദി ഐഡിയ, ഒരു ഐഡിയ സപ്പോർട്ട് ചെയ്യുക. ദ യൂണിയൻ ഡിസൈഡഡ് ടു ബാക്ക് ദ കാൻഡിഡേറ്റ് ഇൻ ദി അപ്കമിങ് എലക്ഷൻ. വരുന്ന എലക്ഷനിൽ ആ കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ യൂണിയൻ ഡിസൈഡ് ചെയ്തു. ദ യൂണിയൻ ഡിസൈഡഡ് ടു ബാക്ക് ദ കാൻഡിഡേറ്റ് ഇൻ ദി അപ്കമിങ് എലക്ഷൻ.
ഇനി ടു ബാക്ക് എന്നതിന് വേറൊരു മീനിങ് കൂടിയുണ്ട്. മൂവ് ബാക്ക്വേർഡ്, പുറകിലേക്ക് മൂവ് ചെയ്യുക എന്ന അർത്ഥം. ഹി ബാക്ക്ഡ് എവേ ഫ്രം ദ ഡോഗ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ഗ്രൗളിങ്. ഡോഗ് ഒന്ന് മുരളാൻ തുടങ്ങിയപ്പോൾ ഹി ബാക്ക്ഡ് എവേ ഫ്രം ദ ഡോഗ്, അതായത് അവിടുന്ന് പിന്നിലേക്ക് ഒന്ന് മാറി എന്നാണ്. നെക്സ്റ്റ് വേർബാണ് ടു ഹാൻഡ്. ടു ഹാൻഡ് എന്ന് പറഞ്ഞാൽ ടു ഗിവ്. ടു ഹാൻഡ് ആൻ അവാർഡ് എന്ന് പറഞ്ഞാൽ ടു ഗിവ് ആൻ അവാർഡ്. അത് അവാർഡ് തന്നെ ആകണമില്ല, എന്തെങ്കിലും. വെൻ ദ വെയിറ്റർ ഹാൻഡ്സ് ദ ബിൽ യു ഹാവ് ടു പേ. വെയിറ്റർ ബില്ല് തരുമ്പോൾ നിങ്ങളത് പേ ചെയ്യേണ്ട ആവശ്യമുണ്ട്, നിങ്ങൾ പേ ചെയ്യേണ്ടതുണ്ട്. വെൻ ദ വെയിറ്റർ ഹാൻഡ്സ് ദ ബിൽ യു ഹാവ് ടു പേ. ഷീ ഹാൻഡഡ് ദ ലെറ്റർ ടു മീ. അവൾ ആ ലെറ്റർ എനിക്ക് തന്നു എന്നാണ്. ഷീ ഹാൻഡഡ് ദ ലെറ്റർ ടു മീ. അതുപോലെ തന്നെ ഹാൻഡ് ഓവർ ദ മണി, ഹാൻഡ് ഓവർ കൺട്രോൾ, ഇതൊക്കെ പറയാം. അടുത്തത് ടു ഷോൾഡർ. ടു ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ടു ഷോൾഡർ ദ കോസ്റ്റ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ആ കോസ്റ്റ് അത് ഏറ്റെടുക്കുക. ആ കോസ്റ്റ് ഞാൻ പേ ചെയ്യാം. ടു ആക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സംതിങ്. ടു ആക്സെപ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ സംതിങ്. ടു ഷോൾഡർ ദ കോസ്റ്റ് ഓഫ് സംതിങ്. ടു ഷോൾഡർ ദ ബർഡൻ. ബർഡൻ എന്ന് പറയുമ്പോൾ ഭാരം എന്നാണ്. അപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം ഏറ്റെടുക്കുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. ടു ഷോൾഡർ ദ ബർഡൻ. ഐ ഡിസൈഡഡ് ടു ഷോൾഡർ ദ എക്സ്പെൻസ് ഓഫ് ദാറ്റ് ഈവൻറ്റ്. ആ ഈവൻറ്റിൻ്റെ ആ ഒരു എക്സ്പെൻസൊക്കെ ഞാൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഐ ഡിസൈഡഡ് ടു ഷോൾഡർ ദ എക്സ്പെൻസ് ഓഫ് ദാറ്റ് ഈവൻറ്റ്. ദ കമ്പനി റെഫ്യൂസ് ടു ഷോൾഡർ ദ ലയബിലിറ്റി ഫോർ ഡാമേജസ്. നഷ്ടപരിഹാരത്തിനുള്ള, അതായത് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചതിനുള്ള ഒരു ബാധ്യത ഏറ്റെടുക്കാൻ കമ്പനി വിസമ്മതിച്ചു. ദ കമ്പനി റെഫ്യൂസ്ഡ് ടു ഷോൾഡർ ദ ലയബിലിറ്റി ഫോർ ഡാമേജസ്. അടുത്തത് ടു വോയിസ്. ടു വോയിസ് എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്രസ്. ടു വോയിസ് objections means to express the objections. To voice your opinion. To voice, to express your opinion. To voice your concern. ആശങ്കകൾ. To express your concern. She voiced her concerns about the project. പ്രോജക്റ്റിനെ പറ്റിയുള്ള അവളുടെ ആശങ്കകൾ അവൾ എക്സ്പ്രസ് ചെയ്തു. She voiced her concerns about the project. To stomach means to tolerate, സഹിക്കുക എന്ന മീനിങ് ആണ്. bear something difficult, ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യം നമ്മൾ സഹിക്കുക, അതാണ് stomach. to stomach എന്ന് പറയുമ്പോൾ I don't know how he could stomach that situation. ആ ഒരു സാഹചര്യം സഹിക്കാൻ അവന് എങ്ങനെ കഴിഞ്ഞു എന്നെനിക്കറിയില്ല. I can't stomach the violence in the movie. ആ മൂവിയിലെ വയലൻസ് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നെക്സ്റ്റ് വൺ ടു ഫുട്ട്. ടു ഫുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ടു ഫുട്ട് ദ ബിൽ എന്ന് പറഞ്ഞാൽ ടു പേ ദ ബിൽ എന്നാണ്. ടു ഫുട്ട് ദ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു പേ ദ കോസ്റ്റ്. ഹു ഈസ് ഫുട്ടിങ് ദ ബിൽ, ഹു ഈസ് പേയിങ് ദ ബിൽ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ 8 ഡിഫറെൻറ്റ് വേർബ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെയൊക്കെ മീനിങ് എന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഒരു ക്വിസ്. കുറച്ച് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്, ഫേസ്, ഹാൻഡ്, ബാക്ക്, വോയിസ്, ഷോൾഡർ, ഫുട്ട്, സ്റ്റൊമക്ക്. ഹി ലീഡ്സ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ഏതാണ് അവിടെ വേണ്ടത്? ഹി ലീഡ്സ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ലീഡ് ചെയ്യുന്നത്. അതിന് പറ്റിയ ഒരു വാക്ക് എന്താണ്? ഹി ഹെഡ്സ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ് വൺ, ദേ ഹാവ് ടു ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. അവർക്ക് ഈ സാഹചര്യം അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ്. ദേ ഹാവ് ടു ഫേസ് ദ സിറ്റുവേഷൻ. നെക്സ്റ്റ് വൺ, വി സപ്പോർട്ടഡ് ദ ഡിസിഷൻ. ഞങ്ങൾ ആ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്തു. വി ബാക്ക്ഡ് ദ ഡിസിഷൻ.
സപ്പോർട്ടഡ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബാക്ക് എന്ന ആ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ബാക്ക്ഡ് എന്ന് ഉപയോഗിക്കുക. ഷീ ഗേവ് us our certificates. അവൾ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഞങ്ങൾക്ക് തന്നു. ഷീ ഹാൻഡഡ് us our certificates. ഇനി നെക്സ്റ്റ് 4 സെൻറ്റൻസസ് ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ എഴുതുക. We expressed our doubts. They must take the responsibility. The company will pay the cost. I can't bear the thought of war. ഈ 4 സെൻറ്റൻസസിൽ എന്താണ് വേണ്ടത് എന്ന് മറക്കാതെ എഴുതുക.